എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ പ്രഷർ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ പ്രഷറിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? പ്രഷറും സർഫസ് ഏരിയ ഇല്ല, അതുമായിട്ട് റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് പ്രഷറിനെ കുറിച്ചാണ്. നമ്മൾ ഇത്ര നേരം കണ്ട സോളിഡ് ആയിട്ടുള്ള ഇതിന്റെ മേലുണ്ടാകുന്ന പ്രഷറാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ലിക്വിഡ് പ്രഷറിനെ കാണാം, അതായത് ദ്രാവക മർദ്ദം. എന്താണ് ദ്രാവക മർദ്ദം? ഇപ്പൊ നമ്മൾ നോർമലി പ്രഷർ കണ്ടപ്പോ, പ്രഷറിന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു ത്രസ്റ്റ് ഇല്ലെ, വ്യാപകമർദ്ദം ഒക്കെ എന്താന്ന് കണ്ടായിരുന്നു. നോർമലി ഇല്ലേ, അതായത് നോർമലി ആക്ട് ചെയ്യുന്ന ഒരു സർഫസിലേക്ക് നോർമലി ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ത്രസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു ലിക്വിഡിലേക്ക് കേട്ടോ, ലിക്വിഡിലേക്ക് നോർമലി ഒരു ഫോഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ, ലംബമായിട്ടൊരു ബലം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? വ്യാപകമർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയാം ലിക്വിഡിന്റെ കേസിലും. ക്ലിയർ ആണെന്നുള്ളോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് പ്രഷറിനെ നമുക്ക് എങ്ങനെ പറയാം? ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നറിയാം ഇല്ലേ? അപ്പൊ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ത്രസ്റ്റ് ആണ്, വ്യാപകമർദ്ദമാണ്. ഇപ്പം ലിക്വിഡിന്റെ കേസിൽ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ഈ ത്രസ്റ്റ് തന്നെയാണ് യൂണിറ്റ് ഏരിയ. ലിക്വിഡിന്റെ ഉണ്ടല്ലോ, ലിക്വിഡ് ഉണ്ട്, ഒരു പാത്രത്തിൽ ഒരു ലിക്വിഡ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന് യൂണിറ്റ് ഏരിയയിന്മേലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റ്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെ ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കോൾഡ് ത്രസ്റ്റ്. എന്താണ്? ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിന്റെ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപക മർദ്ദം ആണല്ലോ. ഇനി എന്താണ്? ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. എന്താണ്? ദ്രാവകത്തിന്മേല് ഇല്ല, ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ, പെർ യൂണിറ്റ് ഏരിയ, ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദം ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. സെയിം നമ്മൾ പഠിച്ച കാര്യം തന്നെ ലിക്വിഡിന്റെ കേസിലാണെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഖരവസ്തുക്കളിൽ മാത്രമല്ല പ്രഷർ ഉണ്ടാവുന്നത്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഒക്കെ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ദ്രാവകങ്ങളുടെ കേസിൽ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതാ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ ചിത്രം കണ്ടോ? എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു കവർ അല്ലെ, ഒരു കവർ, ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അത് കൈ കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കൈ താഴ്ത്തി. നമുക്കറിയാം ഈ കവർ നമുക്ക് ചെയ്ത് നോക്കാന്ന് പറയും. ഈ കവർ നമ്മുടെ വെള്ളത്തിലേക്ക് തത്തി കഴിയുമ്പോൾ കവർ നമ്മുടെ കൈയുടെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇല്ല. അതിന് കാരണം എന്താണ്? ഈ പാത്രത്തിൽ വെള്ളം ഇരിപ്പുണ്ട്, അല്ലെ ഈ ബക്കറ്റിൽ വെള്ളം ഇരിപ്പുണ്ട്. ഈ വെള്ളം എങ്ങനെയാണ് ഇത്രയും ഏരിയയിലല്ലേ ഇരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്താണ്? ഈ വെള്ളം അവിടെയുള്ള എന്താണ്? ഇതിന്റെ മുകളിലേക്ക്, ഈ ബക്കറ്റിന്റെ മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇവിടെ കൈ വന്നപ്പോ എന്ത് സംഭവിച്ചു? കൈയിലേക്ക് ഇവിടുത്തെ വെള്ളം എന്താണ്? ഈ കൈയിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഷർ. അപ്പം ഖരവസ്തുക്കളെ പോലെ തന്നെ ദ്രാവകങ്ങൾക്ക് എന്നാണ്? പ്രഷർ ഉണ്ട്. അപ്പൊ പോളിത്തീൻ കവറിനെ ഇവിടെ അമർത്താൻ, നമ്മുടെ കയ്യിലൊട്ടി പിടിക്കാൻ കാരണം എന്താണ്? ഈ വെള്ളത്തിനുള്ളിലെ പ്രഷറാണ്. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്തിനുള്ളിലെ മർദ്ദമാണ് പോളിത്തീൻ കവറിനെ നമ്മുടെ കൈയിനോട് ചേർത്ത് ഒട്ടിപ്പിടിക്കാൻ സഹായിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പം ഖരവസ്തുക്കളിൽ ഉള്ളതുപോലെ തന്നെ ദ്രാവകങ്ങൾക്കും എന്താണ്? പ്രഷർ അല്ലെ, മർദ്ദം പ്രയോഗിക്കാൻ കഴിയും അല്ലെ. അപ്പം ഈ വെള്ളം ഇവിടെ ഈ പാത്രത്തിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഈ ഇതിലുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും എങ്ങനെയാണ്? പ്രഷർ പ്രയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പോളിത്തീൻ കവർ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ ദ പോളിത്തീൻ കവർ അല്ലെ. നമ്മൾ ഒട്ടിപ്പിടിക്കാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ ദ പോളിത്തീൻ കവർ അല്ലെ. പോളിത്തീൻ കവറിനെ എന്താണ് അമർത്തിയത്? ആരാണ്? ജലമാണ് അല്ലെ. ജലം പ്രയോഗിച്ച മർദ്ദമാണ്, ജലം പ്രയോഗിച്ച പ്രഷറാണ് ആ പോളിത്തീൻ കവറിനെ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാൻ സഹായിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലായ ഖരവസ്തുക്കളിൽ മാത്രമല്ല ലിക്വിഡും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ലിക്വിഡ് എക്സേർട്ട് പ്രഷർ ഓൺ ഓൾ സൈഡ് ഓഫ് ദി കണ്ടെയ്നർ അല്ലെ. പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും എങ്ങനെയാണ്? ദ്രാവകം ഇല്ലേ, ദ്രാവകം എങ്ങനെയാണ്? മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്രാവക മർദ്ദം ലിക്വിഡ് പ്രഷർ ഉണ്ടല്ലോ, പ്രഷർ ചെലുത്തുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയേ, ഒരു കുപ്പിയില് കേട്ടോ, കുപ്പിയിൽ അവിടെ വെള്ളം എടുത്തിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കുപ്പിയിൽ വെള്ളം എടുത്തിട്ടാണ് താഴെ വശം ഒരു ഹോൾ ഇട്ടു. എന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ ഹോൾ എന്നിട്ട് അടച്ചു വെച്ചിട്ട്, ഹോൾ ഇടുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം ഇല്ലേ, വെള്ളം ഇങ്ങോട്ട് താഴോട്ട് പോരും ഇല്ലേ. ഇനി ഹോൾ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് പിന്നെയും ഈ ഹോൾ അങ്ങ് നമ്മൾ ഓപ്പൺ ചെയ്യുക.
അപ്പൊ എന്ത് സംഭവിക്കും? വെള്ളം നല്ല ശക്തമായിട്ട് ഇങ്ങോട്ട് വീഴും ഇല്ലേ? ഇപ്പൊ ഏകദേശം ഈ ലെവലിലാണ് വെള്ളം ഇരുന്ന് ചോദിച്ചത്. അപ്പം വെള്ളം പുറത്തോട്ട് വീഴും. പക്ഷെ അധികം ശക്തി ഉണ്ടായാലും പിന്നെ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരുന്നു. നിറയ്ക്കുന്നതനുസരിച്ചിട്ട് ആ വീഴുന്ന വെള്ളത്തിന്റെ, അപ്പൊ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട്, അതായത് ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ വ്യാപ്തം ഉണ്ടല്ലോ, വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ്, അവിടെ നമുക്ക് അതേ ശക്തിയിൽ, അതായത് പ്രഷറിൽ വെള്ളം നമുക്ക് വീഴുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയാലോ? അപ്പൊ ആ വെള്ളത്തിന്റെ ഇത് കൂടുമ്പോ, അളവ് കൂടുമ്പോ നമുക്കറിയാം ഈ ഒരു ഇത്രയും വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു, ഇത്രയും വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു, ഇത്രയും വെള്ളം ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ അത് വീഴും. ഇനി വെള്ളത്തിന്റെ അളവ് കൂടുക, അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പ്രഷറിന്റെ അളവ് എങ്ങനെയായിരിക്കും അവിടെ കൂടും? ഈ വീഴുന്ന ശക്തി ഇല്ലേ, ശക്തി എങ്ങനെയായിരിക്കും? മേളിലോട്ട് വരുന്ന ശക്തി നല്ല ശക്തമായിട്ട് വീഴും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഏറ്റവും ടോപ്പ് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ശക്തമായിട്ടായിരിക്കും വെള്ളം അവിടെ താഴേക്ക് വീഴുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് കാരണം എന്താണ്? ഇത്രയും വെള്ളം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് കൂടുവല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞു ഇല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ശരിക്കും? ഇത്രയും ഇല്ലേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ബലമല്ലേ? അപ്പൊ ഇത്രയും വെള്ളത്തിന്റെ അളവ് കൂടുക എന്ന് പറയുമ്പോൾ എന്താ? അത്രയും വെയിറ്റ് കൂടുക, ഭാരം കൂടുക, ഫോഴ്സ് കൂടുക ഇല്ലേ? ഫോഴ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂടുക നമ്മൾ പഠിച്ചതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? പുറത്തേക്ക് വരുന്ന ജലം ഇങ്ങനെ പോരുവാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോഴ്സും എങ്ങനെയാണ്? കൂടും. ഫോഴ്സ് കൂടുമ്പോൾ എന്താണ്? മർദ്ദവും അവിടെ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇത് അവിടത്തേക്ക് പലതരത്തിലുള്ള ബോട്ടിലുകളൊക്കെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയായാലും എന്താണ്, പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ ശക്തി കൂടും. അപ്പൊ എങ്ങനെയാണ് ശക്തി കൂടുക പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളത്തിന്റെ അളവ് കൂടുന്തോറും ശക്തി കൂടും. അത് ഉദ്ദേശിക്കുന്നത് പ്രഷറും കൂടും അല്ലേ? നോക്കിയേ, ഇഫ് ദ ഫോഴ്സ് ഓഫ് വാട്ടർ ജെറ്റിംഗ് ഔട്ട് ഈസ് ഗ്രേറ്റർ, വുഡിൻ ദ പ്രഷർ ഓൾസോ ബി ഗ്രേറ്റർ ഇല്ല? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുറത്തേക്ക് ചീറ്റുന്ന ജലത്തിന്റെ ശക്തി, ജലപ്രവാഹത്തിന്റെ ശക്തി കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഓൾസോ ബി ഗ്രേറ്റർ, പ്രഷറും കൂടുമല്ലേ? പ്രഷറും ഇൻക്രീസ് ചെയ്യും നമുക്ക് പറയാം. പ്രഷർ ഈസ് ഓൾസോ ഇൻക്രീസസ് അല്ലെ? പ്രഷർ ഈസ് ഓൾസോ ഇൻക്രീസസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ സ്ട്രീം വെൻ ദ വാട്ടർ ലെവൽ ഡിക്രീസസ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ജലനിരപ്പ് താഴുമ്പോൾ ജലപ്രവാഹത്തിന് എന്ത് സംഭവിക്കുന്നു? ജലനിരപ്പ് താഴുക, ജലനിരപ്പ് താഴുമ്പോൾ ജലപ്രവാഹത്തിന് എന്ത് സംഭവിക്കും? ജലപ്രവാഹം എങ്ങനെയായിരിക്കും? അതിന്റെ അളവും കുറയുകയല്ലേ? ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ജലത്തിന്റെ നിരപ്പ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം എന്താണ്? ജലനിരപ്പ് താഴുമ്പോൾ ജലപ്രവാഹത്തിന് എങ്ങനെയായിരിക്കും? അവിടെ കുറവ്, ജലപ്രവാഹത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ എന്താണ് ശക്തി അവിടെ എങ്ങനെയായിരിക്കും? കുറയും എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ഫോഴ്സ് ഓഫ് വാട്ടർ ജെറ്റിംഗ് ഡിക്രീസസ് നമുക്ക് പറയാം അല്ലെ? ഫോഴ്സ് കുറയുന്നു. ഫോഴ്സ് കുറയുന്നു പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സ് കുറയുന്നു പറഞ്ഞാൽ പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതാ ഡെപ്ത് ഇല്ലേ? ഡെപ്ത് കൂടുന്തോറും അല്ലെ പ്രഷർ അവിടെ കൂടുതലല്ലേ ചെയ്യുന്നത്? ലിക്വിഡിന്റെ ഡെപ്ത് കൂടുന്തോറും, ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും ഇല്ലേ? വാട്ടർ കോളം ഉണ്ടല്ലോ, ആ വാട്ടർ കോളം ഇല്ലേ? വാട്ടർ കോളം കൊണ്ട് അതിന്റെ നമുക്ക് താഴേക്ക് പോകുന്നവർ, ഇപ്പൊ ഹോള് താഴെ വന്നു, താഴേക്ക് പോകുന്നവർ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ പ്രഷർ കൂടുവാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ? പ്രഷർ ഇൻക്രീസസ് ആസ് ദ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ്. ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും, ദ്രാവകത്തിന്റെ ഈ ഏറ്റവും അടിയിലത്തെ പോയിന്റ് ഒന്നും അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അതേസമയം ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? പ്രഷർ കുറവായിരിക്കും അല്ലെ? കാരണം ഇത്രേ ഉള്ളൂ, വാട്ടറോട് അത്രേ ഉള്ളൂ, അത്രയും ഫോഴ്സ് ഉള്ളു വരുന്നുള്ളൂ. അപ്പൊ ലിക്വിഡിന്റെ ഡെപ്ത് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? അതായത് ഹൈറ്റ് കേട്ടോ, കൂടുന്തോറും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കൂടുന്തോറും, അങ്ങനെയും പറയാം കേട്ടോ. വാട്ടർ കോളം ഉണ്ടല്ലോ, ഈ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. അത്രയും ഫോഴ്സ് അവിടെ വരുന്നുണ്ട്, അതനുസരിച്ച് പ്രഷർ കൂടും. അതുപോലെ തന്നെ താഴേക്ക് പോകുന്തോറും അപ്പൊ എങ്ങനെയാണ്? പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫാക്ടർ എന്താണ്? ഡെപ്ത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഒരു ഫാക്ടർ നമുക്ക് എന്ത് പറയാം? ഡെപ്ത് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? വാട്ടർ കോളത്തിന്റെ ഉയരെന്നും പറയാം കേട്ടോ. വാട്ടർ കോളത്തിന് ഒന്നുകിൽ താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടുന്നു. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഈ വാട്ടർ കോളം ഉണ്ടല്ലോ, ഈ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അല്ലേ? വാട്ടർ എന്തോരം വരുന്നത് അതനുസരിച്ചിട്ട് എന്താണ്? പ്രഷർ അവിടെ താഴ്ഭാഗത്തെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഫാക്ടർ നമ്മൾ കണ്ടു. ഓർത്തിരിക്കുക ഈ പോയിന്റ് കേട്ടോ. പ്രഷർ ഇൻക്രീസസ് എപ്പോഴാണ്? ആസ് ദ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് കേട്ടോ. അതായത് ദ്രാവകത്തിന്റെ ഇല്ല എങ്ങനെ പറയാം? ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അവിടെ കൂടുന്നു നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി വേറെ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കാം. ഇത് അടുത്തൊരു എക്സ്പെരിമെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതെന്താണ്?
ഇതാ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇതാ ഇവിടെ ഒരു ബോട്ടിലെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ പിന്നെ ഒരു IV സെറ്റ് ആണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഡ്രിപ്പ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ സെറ്റാണ്. സിറിഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് കൂടുതൽ IV സെറ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിലും വഴി വെള്ളം ഇങ്ങോട്ട് താഴോട്ട് പോരും ഇല്ലേ. അതാ എന്നിട്ട് ഇവിടെ ഒരു സിറിഞ്ച് ഉണ്ട്. സിറിഞ്ചിന്റെ നോബിലേക്ക് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ബാക്ക് സൈഡിലുള്ള പിസ്റ്റൺ, ഈ പിസ്റ്റൺ ഇവിടെ ഒരു എന്താണ്, ഒരു പേനയുടെ ഒരു ബാരൽ, അതായത് റീഫിൽ ഇല്ലാത്ത ആ ഔട്ടർ പോർഷൻ ഉണ്ടല്ലോ, ആ പേനയുടെ ആ പ്ലാസ്റ്റിക് ഭാഗം അത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ പിസ്റ്റൺ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ആ പേനയുടെ ആ നിബിലിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ എന്താണ് ഒരു നീഡില് പോലെ, നീഡില് അല്ലെങ്കിൽ എന്താണ് ഈർക്കിലോ അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഇരിക്കുമ്പോൾ അതാ നോക്കിയാൽ വെള്ളം ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഫോഴ്സ് ഇല്ലേ, അത്രയും എന്താണ് ഫോഴ്സിൽ വെള്ളം ഇങ്ങോട്ട് വരും. അതനുസരിച്ചിട്ട് എന്താണ് ഇവിടെ എന്താണ് ഇങ്ങോട്ട് ഫോഴ്സ് വരും ഇല്ല. ഇങ്ങോട്ട് ഫോഴ്സ് വരുമ്പോൾ ആ ഫോഴ്സ് മൂലം ഈ പേനയുടെ ഇങ്ങോട്ട് വരികയല്ലേ, അതനുസരിച്ചിട്ട് ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റിക്ക് ഡിഫ്ലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ, സപ്പോസ് ഈ ബോർഡിൽ ഈ ലെവലിൽ ഇരിക്കാൻ, അപ്പൊ നോക്കിയാൽ ഫോഴ്സ് അധികം ഉണ്ടാവുമോ? ഇല്ല, ചെറിയൊരു ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ ഇവിടെ വെച്ച പിച്ചുകൂടെ ഫോഴ്സ് വന്നു അല്ലെ, ഇച്ചിരി ഫോഴ്സ് വന്നു, ഹൈറ്റ് അവിടെ കൂടുന്നുണ്ട് ഇല്ല, വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അവിടെ കൂടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് കൂടുതൽ ജലം ഇങ്ങോട്ട് വരും. അപ്പൊ അതനുസരിച്ചിട്ട് ഈ പിസ്റ്റൺ കൂടെ മൂവ് ചെയ്യും. ദെൻ ഇതിനും എന്താണ് ഇതുണ്ടല്ലോ, ഈ ഇതുണ്ടല്ലോ ഇവിടുത്തെ നീഡിലുണ്ടല്ലോ, ആ നീഡിലും അവിടെ ഡിഫ്ലക്ട് ചെയ്യും. ക്ലിയർ ആയല്ലേ? പിന്നെ നമ്മൾ അടുത്ത ഹൈറ്റിലേക്ക് വരും. അപ്പോഴെന്ത് സംഭവിക്കും? വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അവിടെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഡിഫ്ലക്ഷൻ അവിടെ കൂടും. അതാണ് ഈ എക്സ്പെരിമെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൈസ് ദ ബോട്ടിൽ, ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ പിസ്റ്റൺ വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ പ്രഷർ ഓഫ് ദി വാട്ടർ. ആ ബോട്ടിൽ നമ്മൾ ഉയർത്തുക, അപ്പൊ ജലത്തിന്റെ മർദ്ദത്തിനനുസരിച്ച് അല്ലെ പിസ്റ്റൺ പ്രയോഗിക്കുന്ന ബലത്തിൽ എന്താണ് മാറ്റം ഉണ്ടാവും അല്ല. അപ്പൊ പിസ്റ്റൺ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ചിട്ട് ഈ ത്രെഡ് അല്ലെങ്കിൽ ഈർക്കിൽ എങ്ങനെയാണ് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഈ റൈസ് ദ ബോട്ടിൽ ഫർദർ, പിന്നെ നമ്മൾ ബോട്ടിൽ മേളത്തെ താഴ്വത്തെ ഇങ്ങോട്ട് വെച്ചു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ആ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഇല്ലേ, ഇവിടുത്തെ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് പിന്നെയും ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ അത്രയും പിന്നെയും പ്രഷർ അവിടെ കൂടും ഇല്ലേ. വാട്ടർ പ്രഷർ, അത് സിറിഞ്ച് ഇല്ലേ, സിറിഞ്ചിന്റെ ഇങ്ങോട്ട് വരുന്ന വാട്ടർ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് കൂടുതൽ ഫോഴ്സ് വരും. അപ്പൊ എന്താണ് ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ നീഡിലുണ്ടല്ലോ, അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവും, മോർ ഡിഫ്ലക്ഷൻ ഉണ്ടാവും എന്ന് പറയാം. പിന്നെയും റൈസ് ചെയ്യുമ്പോൾ മോർ ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ എന്ത് പറയാം? റൈസ് ദ ബോട്ടിൽ ഫർദർ, വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? പോയിന്റർ ഡിഫ്ലക്ട് മോർ എന്ന് പറയാം അല്ലെ. പോയിന്റർ കേട്ടോ, നമുക്ക് ഇങ്ങനെ എഴുതാം, പോയിന്റർ ഡിഫ്ലക്ട് കേട്ടോ, പോയിന്റർ ഡിഫ്ലക്ട്സ് മോർ. ആ പോയിന്റർ ഉണ്ടല്ലോ കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ദെൻ വാട്ട് ഈസ് ദ റീസൺ? ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ്. നമുക്ക് എന്ന് പറയാം ലിക്വിഡ് പ്രഷർ അല്ലെ. ലിക്വിഡ് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് ഡെപ്ത് കൂടുന്തോറും, വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ലിക്വിഡ് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയാലോ? ഇനി ഇതേ എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ, വാട്ടറിന് വരും സോൾട്ട് സൊല്യൂഷൻ വെച്ച് ചെയ്യുക, അതായത് ഉപ്പുവെള്ളം വെച്ച് ചെയ്യുക. ഉപ്പുവെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഡെൻസിറ്റി, വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിന് ഇങ്ങനെ ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. പഠിച്ചിട്ടില്ലേ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പുവെള്ളത്തിന് എങ്ങനെയാണ്? നോർമൽ വാട്ടറിനെ അപേക്ഷിച്ച് സോൾട്ട് സൊല്യൂഷന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്? കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ അവിടെ പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സോൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുന്ന ഡെൻസിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി കൂടുമ്പോൾ എന്നാണ് പ്രഷർ അവിടെ കൂടുകയാണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മാസ് ഇല്ലേ, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കൂടെ മാസ് അവിടെ കൂടും. മാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്രോ ഇല്ലേ, അത്രോ ആ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ ക്വാണ്ടിറ്റി കൂടും. ക്വാണ്ടിറ്റി കൂടുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അതിന്റെ വെയിറ്റ് ഇല്ലേ, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കട്ടോ. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്, മാസ് കൂടുകയാണ്. ഇപ്പം തേന് പറയാം, തേനും വാട്ടറും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇല്ലേ, തേന് ഡെൻസിറ്റി കൂടുതലാണ്, ഇച്ചിരി മാസ് ഇല്ലേ നമുക്കറിയാം കൂടുതലാണ്. അപ്പൊ മാസ് കൂടുക വെയിറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് അവിടെ കൂടുവാണ്. മാസ് കൂടുമ്പോൾ വെയിറ്റും കൂടും. വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മാസ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റ് അവിടെ കൂടുന്നുണ്ട്. വെയിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫോഴ്സ് കൂടുവാണ് ചെയ്യുന്നത് അല്ലെ. ഫോഴ്സ് കൂടുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷറിനും അവിടെ വേരിയേഷൻ അല്ലെങ്കിൽ പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും അവിടെ കൂടുകയാണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? സാന്ദ്രത
കേട്ടോ. സാന്ദ്രത കൂടുവാണെന്നുണ്ടെങ്കിൽ മർദ്ദവും എന്ത് സംഭവിക്കും? മർദ്ദവും അവിടെ കൂടും. അപ്പൊ സോൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ അവിടെ കൂടും. അപ്പൊ പിന്നെ അത് കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യും. നേരല്ല സോൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാവും? മോർ ഡിഫ്ലക്ഷൻ എന്ന് പറയാം അല്ലെ. മോർ ഡിഫ്ലക്ഷൻ ദാൻ വാട്ടർ അല്ലെ. വാട്ടർ ഉപയോഗിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഡെൻസിറ്റി ഉള്ളതാണ് ജലവും ഉപ്പിലായനി എന്ന് പറഞ്ഞു. ഉപ്പിനെങ്ങനെയാണ്? ജലത്തിനേക്കാൾ റീസൺ കേട്ടോ, ജലത്തിനേക്കാൾ സാന്ദ്രത ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് പിസ്റ്റൺ അവിടെ കൂടുതൽ ചലിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഈ നീഡിലും അവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ടർ ആൻഡ് ഇതാ നോക്കൂട്ടോ. വാട്ടർ ആൻഡ് സലൈൻ വാട്ടർ ഹാവ് ഡിഫറെന്റ് ഡെൻസിറ്റീസ്. ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ദിസ് ഈസ് വൈ അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൈ the piston move more causing greater deflection of the thin stick. അപ്പൊ അതുകൊണ്ടാണ് പിസ്റ്റൺ അല്ലെ, പിസ്റ്റൺ കൂടുതലായിട്ട് മൂവ് ചെയ്യും അല്ലെ. അതനുസരിച്ചിട്ട് ഇവിടെ ഡിഫ്ലക്ഷനും എങ്ങനെയായിരിക്കും? കൂടുതലായിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ. അപ്പം മറ്റൊരു ഘടകം നമ്മൾ കണ്ടു. എന്താണ്? ഡെൻസിറ്റി. എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? ലിക്വിഡ് പ്രഷർ അല്ലെ. ലിക്വിഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു? ഹൈറ്റ് അല്ലെ. ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം എന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി വാട്ടർ കോളം നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ല. എന്താണ് ഹൈറ്റ് ഓഫ് ദി? നമുക്കൊന്ന് ഒരു പോയിന്റ് എന്താണ് നമ്മൾ കണ്ടായിരുന്നു? ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം അല്ലെ. ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ഒരു റീസൺ നമ്മൾ ഒരു ഘടകം നമ്മൾ കണ്ടായിരുന്നു. അടുത്ത ഘടകം ഏതാണ്? ഡെൻസിറ്റി, സാന്ദ്രത കേട്ടോ. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡിന്റെ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഈ കുപ്പിയുടെ കേസിൽ എന്താണ് ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടുക എന്ന് കണ്ടു ഇല്ല. അതുപോലെ തന്നെ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കൂടുതൽ, വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കൂടാന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? അവിടെ വെയിറ്റ് കൂടും, അപ്പൊ ഫോഴ്സ് കൂടും ഇല്ലേ. അപ്പൊ താഴോട്ടുള്ളാവുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് ഉയർത്തും, അപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് അവിടെ വേരി ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പൊ അതനുസരിച്ച് മോർ പ്രഷർ അവിടെ വരുന്നുണ്ട്, അപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് നമ്മൾ വെച്ചു, അപ്പോഴും എന്താണ്? കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്ന് പറയാം ലിക്വിഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഏതാണ്? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയാം. ഓക്കെ ആയാലോ. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെക്കേ, ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ദ പ്രഷർ. ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് പ്രഷർ. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാന്ദ്രത ഇല്ലേ. സാന്ദ്രത, ദ്രാവകത്തിന്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് ദ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. പോയിന്റ് ആണ് കേട്ടോ. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ആണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ്, പ്രഷറും എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ. ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിലിംഗ് പോർഷൻ ഉണ്ട്. അപ്പൊ പ്ലസ് വണ്ണിൽ വരുമ്പോൾ ഇത് ബേസ് ആണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഡെൻസിറ്റി ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസസ്, പോയിന്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഇല്ലെ. ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഇൻക്രീസ് ചെയ്യുമ്പോഴും പ്രഷർ അവിടെ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് പറയാം? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷർ എന്തൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇല്ലെ. ദ്രാവക യൂപത്തിന്റെ ഉയരം ഇല്ലെ. ദ്രാവക യൂപത്തിന്റെ ഉയരം അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഉയരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്? അളവ് കൂടുവാണെങ്കിൽ വാട്ടറിന്റെ അളവ് കൂടുന്നു ഇല്ല. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താഴേക്ക് വരുമ്പോൾ പ്രഷർ കൂടും. അത്രയും ഫോഴ്സ് വരുന്നതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? പ്രഷർ കൂടും. അപ്പൊ ദീസ് ആർ ദ ടു മെയിൻ ഫാക്ടേഴ്സ് that affecting liquid pressure. Height of the liquid column, അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ക്ലിയർ ആയല്ലോ. ഇനി ലിക്വിഡ് പ്രഷർ ആണ് നമ്മൾ കണ്ട്. ഇനി ലിക്വിഡ് പ്രഷർ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയുന്ന പേരാണ് മാനോമീറ്റർ. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് മാനോമീറ്റർ കേട്ടോ. മാനോമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന മർദ്ദമാപിനി എന്ന് പറയും കേട്ടോ. മർദ്ദമാപിനി കേട്ടോ. മർദ്ദം അളക്കുന്ന ഉപകരണം, ലിക്വിഡ് അല്ലെ, ദ്രാവകമർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു എന്താണ് മാനോമീറ്റർ നമുക്കൊന്ന് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മാനോമീറ്ററിന്റെ എങ്ങനെയാണ് മാനോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളവ് എന്താണ് ഈ ലിക്വിഡ് പ്രഷർ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം.
ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് 1 പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ആ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയേ അതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് എടുക്കുക, എന്നിട്ട് ഒരു യു ആകൃതിയിലുണ്ട് ട്യൂബ് എടുത്തിട്ട് ഒരു പലകയിൽ അതുകൊണ്ട് ഒരു യു ആകൃതിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ട്യൂബ് എടുത്തിട്ട് ഒരു യു ആകൃതിയിൽ ഉറപ്പിച്ച് വെച്ചു. എന്നിട്ട് അതിന് മറ്റേ എൻഡിൽ ഒരു ഫണല് വെച്ചിട്ട് ഒരു നമ്മുടെ ബലൂൺ ഉണ്ടല്ലോ, ബലൂൺ വെച്ച് ഒരു ഡയഫ്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ പലകയിൽ ഒരു സ്കെയിലും വെച്ചിട്ടുണ്ട്. സ്കെയിൽ വെച്ച് നമുക്ക് എന്തുമാത്രം അവിടെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ സ്കെയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മാനോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മാനോമീറ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? ഓർത്തണം കേട്ടോ, ആ പേരും കൂടെ ഓർത്തണം. മർദ്ദമാപിനി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുന്നത് നോക്കാം. അപ്പൊ മെഷറിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ നമുക്ക് നോക്കണ്ട, എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇൻസ്ട്രുമെന്റ് നമ്മളിവിടെ ഉണ്ടാക്കി നമ്മൾ ഈ ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂണിന് നമ്മൾ പ്രഷർ കൊടുക്കുക. ഇങ്ങനെ പ്രഷർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ നോക്കിയാൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെക്കുമ്പോൾ ഈ രണ്ടിന്റെ ലെവൽ കണ്ടില്ല, ഇതേ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ ഇങ്ങോട്ട് പോകും. അതായത് പ്രസ് ചെയ്യുമ്പോൾ പ്രഷർ ഇവിടെ വരുന്നുണ്ടല്ലോ, അത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയുള്ള വെള്ളത്തിനെ തള്ളും. തള്ളിച്ച് ആ വെള്ളത്തിന്റെ ലെവൽ ഇവിടം വരെ വരും സപ്പോസ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ മേളിൽ ഇത്രയും കൂടി. അപ്പം ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എന്ത് വെച്ചിരിക്കുന്നത്? സ്കെയിൽ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തു, നല്ലോണം പ്രസ് ചെയ്തു. അപ്പൊ എന്താണ് അതനുസരിച്ച് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ ഇവിടം വരെ എത്തിന്ന് വെച്ചു. അപ്പൊ അതനുസരിച്ചിട്ട് ഇങ്ങോട്ട് കൂടും. അപ്പൊ അത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലനിരപ്പുകൾ തമ്മിൽ വ്യത്യാസം വന്നില്ല. ജലനിരപ്പുകൾ ആദ്യമേ നോർമലി നേരെ ഇരുന്നു, പിന്നെ എന്ത് സംഭവിച്ചു? ഇവിടെ വന്നു. പിന്നെ എന്താണ് ഇങ്ങോട്ട് കയറി, ഇച്ചിടെ കയറി ഇല്ലേ? പിന്നെ നമ്മൾ ഒന്നുകൂടെ ശക്തിയിൽ പ്രസ് ചെയ്തപ്പോൾ അത് ഇവിടം വരെ വന്നു, അതനുസരിച്ച് ഇവിടെയും കയറി ഇല്ല. അപ്പൊ ജലനിരപ്പുകൾ തമ്മിൽ ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇതുകൊണ്ട് എഴുതിയിരിക്കുന്നുണ്ട് അപ്ലൈ സ്ലൈഡ് പ്രഷർ വിത്ത് യുവർ ഫിംഗർ ഓൺ ദ ബലൂൺ. ഇവിടെ ചെറിയ പ്രഷർ കൊടുക്കുക. ഡു യു സീ എനി ഡിഫറൻസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ്? പറ്റുമല്ലോ, കാണാൻ സാധിക്കുമല്ലോ, കാണാൻ സാധിക്കും. അപ്ലൈ മോർ പ്രഷർ, യു ക്യാൻ സീ എ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഓൾസോ. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ അതാണ് ആ വാട്ടർ ലെവലിലെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒറിജിനലും ഇപ്പൊ ഉണ്ടായ നമ്മളുടെ ഡിഫറൻസ് ഇല്ല, ആ ഒരു വ്യത്യാസം നമുക്ക് അളന്നാൽ നമുക്ക് എന്തുമാത്രം അവിടെ പ്രഷർ ലിക്വിഡ് പ്രഷർ അവിടെ ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയാലോ? ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബീക്കറില് വെള്ളവും സോൾട്ട് വാട്ടറും കെറോസിനും ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഇൻസ്ട്രുമെന്റ് ഉള്ള ഈ മർദ്ദമാപിനി അല്ലെങ്കിൽ മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് അളന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മർദ്ദം എന്തുമാത്രം മർദ്ദം എക്സ്പെരിമെന്റ് ആയിട്ടും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെയാണ് അതിന്റെ വാല്യൂസും കാര്യങ്ങളും വരുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതിനുവേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാല്യൂസ് ഒന്നും എഴുതില്ല, എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ. അപ്പം വാട്ടർ, സലൈൻ വാട്ടർ, കെറോസിൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ജലം എടുത്തിട്ടുണ്ട്, സലൈൻ വാട്ടർ ഉപ്പുവെള്ളം, കെറോസിൻ മണ്ണെണ്ണ. ഇതിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ? സലൈൻ വാട്ടറിനാണ് കേട്ടോ ഡെൻസിറ്റി കൂടുതൽ കേട്ടോ. ഡെൻസിറ്റി കൂടുതൽ സലൈൻ വാട്ടറാണ് ഏറ്റവും കൂടുതൽ. ഡെൻസിറ്റി ഏറ്റവും കുറവ് കെറോസിനാണ് കേട്ടോ. മണ്ണെണ്ണയ്ക്കോട്ടെ ലിക്വിഡ് കേട്ടോ. സാന്ദ്രത കേട്ടോ. സാന്ദ്രത ഏറ്റവും ലിക്വിഡിന്റെ കേസിൽ സാന്ദ്രത ഏറ്റവും കുറവ് വരുന്നത് കെറോസിനാണ്. ഏറ്റവും കൂടുതൽ സലൈനാണ്. വാട്ടർ അതിന്റെ മോഡറേറ്റ് ആ ലെവലിൽ നിൽക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ഈ നമ്മള് ജലത്തില് ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഫണലിലെ ഈ പോർഷൻ അത് ടച്ച് ചെയ്ത രീതിയിൽ വെക്കുക. താഴ്ത്തുന്നില്ല, ആദ്യമേ ജലത്തിലേക്ക് നമ്മൾ ഓൺ ദ സർഫസ്, ജലത്തിന്റെ സർഫസ് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒരു പാത്രം ഇവിടെ വെച്ചു. എന്നിട്ട് വാട്ടർ ആദ്യം എടുത്തു, എന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക, സർഫസിലേക്ക് വെക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എങ്ങനെയായിരിക്കും സർഫസിൽ വെക്കുമ്പോൾ എങ്ങനെ? ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽസ് ഓഫ് യൂട്യൂബ്. യു ഉണ്ടല്ലോ, ഇതിന് പറഞ്ഞ യൂട്യൂബ് എന്നാണ് പറയുന്നത് കേട്ടോ. യു ഷേപ്പിൽ ഇരിക്കുന്നതാണ് നമ്മൾ യൂട്യൂബ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്ന പ്രഷറാണ്. അപ്പം ഇവിടുത്തെ ഈ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വാട്ടറിന്റെ സർഫസിൽ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? വാട്ടറിന്റെ സർഫസിൽ വെച്ച് കഴിയുമ്പോൾ അധികം പ്രഷർ അവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് ചെറിയൊരു രീതിയിലുള്ള പ്രഷർ എന്ന് പറയാം. അതായത് ലീസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ചെറിയൊരു രീതിയിലുള്ള പ്രഷർ ആയിരിക്കും നമുക്ക് അവിടെ കാണുന്നത്. വലിയ അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇനി മിഡ് വേ ഇൻ ദ വാട്ടർ, അത് വാട്ടറിന്റെ താഴ്ത്തി വെക്കുക. അപ്പൊ വെള്ളത്തിന്റെ ഇവിടം വരെ, വെള്ളം ഇവിടം വരെയാണെന്ന് ചോദിച്ചാൽ വെള്ളത്തിന്റെ ലെവല് ഇവിടം വരെയാണെന്ന് ചോദിച്ചാൽ വെള്ളത്തിന്റെ താത്തി കേട്ടോ, ഇങ്ങനെ താത്തി വെച്ചു. മിഡ് വേ ഓഫ്. അപ്പൊ എങ്ങനെയായിരിക്കും പ്രഷർ വരുന്നത്? അപ്പൊ ഇച്ചിലൂടെ പ്രഷർ കൂടും ഇല്ലേ? ഇനി ബോട്ടം ഓഫ് ദ ബീക്കർ, ഈ ബീക്കറിന്റെ താഴേക്ക് കൊണ്ടുവരാന്ന് ചോദിച്ചാൽ ബീക്കറിന്റെ താഴേക്ക് ഈ സാധനം കൊണ്ടുവരിക. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? താഴേക്ക് സാധനം വരുമ്പോൾ എങ്ങനെയാണെങ്കിൽ അത്രയും ഇവിടെ നമുക്കറിയാം താഴ്ഭാഗത്ത് ഇങ്ങനെയാണ് പ്രഷർ കൂടുതലാണല്ലേ. അപ്പൊ എന്താണ്
അത്രയും പ്രഷർ വരും. അതനുസരിച്ച് ഇവിടെ വ്യത്യാസം വരും. മനസ്സിലാവും. അപ്പൊ മിഡ് വേയിൽ വരുവാണെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മോഡറേറ്റ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും വരുന്നത്. ഇനി ഏറ്റവും താഴെ വരുമ്പോഴോ മാക്സിമം പ്രഷർ എന്ന് പറയാം അല്ലെ. ഏറ്റവും താഴെ വരുമ്പോൾ മാക്സിമം പ്രഷർ എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ സലൈൻ വാട്ടറിൽ വെച്ചു. സലൈൻ വാട്ടറിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ജലത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ. അപ്പൊ നമ്മുടെ സർഫസിൽ വരുമ്പോൾ എന്താണ്? സർഫസ് വരുമ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു പ്രഷറിൽ വരുത്തും. അപ്പൊ ലീസ്റ്റ് എന്നാണ് നമുക്ക് പറയാം പ്രഷർ കാണിക്കുന്നത്. ഇനി മിഡ് വേയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അത് നമുക്ക് മോഡറേറ്റ് എന്ന് തന്നെ പറയാം. മോഡറേറ്റ് എന്ന് പറയാം. പക്ഷെ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ എന്താണ് ഈ വാട്ടർ എന്ന് പറയാം. വാട്ടറിനേക്കാളും കൂടുതലായിട്ടൊരു രീതിയിലുള്ള പ്രഷർ ആയിരിക്കും കാണിക്കുന്നത്. ഗ്രേറ്റർ ദാൻ വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഗ്രേറ്റർ ദാൻ വാട്ടർ കേട്ടോ. ജലത്തിനേക്കാളും കൂടുതലാണ്. ബോട്ടത്തിൽ വരുമ്പോഴോ ബോട്ടത്തിൽ വരുമ്പോൾ മാക്സിമം ആയിരിക്കും. അതായത് ജലത്തിനേക്കാളും അല്ലെ കൂടുതലായിട്ടായിരിക്കും അവിടെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ഇനി കെറോസിന്റെ കേസിൽ വരുമ്പോൾ സർഫസിൽ വരുമ്പോൾ എല്ലാം ലീസ്റ്റ് ആണ് കാണിക്കുന്നത്. സർഫസിൽ വരുമ്പോൾ എല്ലാം വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും കാണുന്നത്. വളരെ ഡെൻസിറ്റി കുറവാണ്. അല്ലെങ്കിൽ സർഫസിലാകുമ്പോൾ അധികം വരുവരാം. ഇനി പകുതി വെച്ച് കഴിയുമ്പോഴോ പകുതി വെച്ച് കഴിയുമ്പോൾ എന്ത് സമയം മോഡറേറ്റ് ആയിട്ടുള്ളതായിരിക്കും കാണിക്കുന്നത്. ഏറ്റവും കുറവല്ലേ ഇത് ഡെൻസിറ്റി കുറവെന്ന് പറഞ്ഞിരിക്കുന്നത് കെറോസിനാണ്. ഇനി ഏറ്റവും താഴെ വരുമ്പോഴും എങ്ങനെയായിരിക്കും? കെറോസിനെ സംബന്ധിച്ചോളം കെറോസിന്റെ മാക്സിമം ലെവലിലുള്ള എന്താണ് പ്രഷർ അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ല. പക്ഷെ വെള്ളത്തിനേക്കാൾ കുറവായിരിക്കും. കെറോസിന്റെ ഡെൻസിറ്റി കുറവല്ലേ. അപ്പൊ വെള്ളത്തിനേക്കാളും കെറോസിന്റെ ബേസിൽ മാത്രം വരുമ്പോ മണ്ണെണ്ണ കേസിൽ മാത്രം വരുമ്പോൾ എന്താണ് ഏറ്റവും മാക്സിമം മണ്ണെണ്ണയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും പ്രഷർ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ വാട്ടറിനേക്കാൾ അതെങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ വിച്ച് പൊസിഷൻ ഇസ് ദ പ്രഷർ ഹയസ്റ്റ്? എവിടെ വരുമ്പോ ഏത് പൊസിഷൻ വരുമ്പോഴാണ് പ്രഷർ ഹയസ്റ്റ് ആവുന്നത്? ബോട്ടം ഇല്ലേ. താഴെ വരുമ്പോഴാണ് പ്രഷർ ഹയസ്റ്റ് ആവുന്നത്. താഴെ ഭാഗത്ത് അല്ലെ. താഴെ ഭാഗത്ത് വരുമ്പോഴാണ് മാക്സിമം ആവുന്നത്. വിച്ച് ലിക്വിഡ് എക്സസ് ദ ഹയസ്റ്റ് പ്രഷർ? ഏത് ലിക്വിഡാണ് ഹയസ്റ്റ് പ്രഷർ കൊടുക്കുന്നത്? സലൈനുമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് നമുക്ക് ഡെൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം സർഫസിലായിരിക്കുമ്പോ എങ്ങനെയായിരിക്കും? എന്താണ് എല്ലാത്തിനും സ്മോൾ ആയിരിക്കും. കെറോസിന് ഏറ്റവും കുറവായിരുന്നു ഇല്ല. സർഫസിലായിരിക്കുമ്പോൾ എല്ലാത്തിനും കുറവാണ്. കെറോസിന് ഏറ്റവും കുറവാണ്. മിഡ് വേയിൽ വരുമ്പോൾ എങ്ങനെയാണ്? മോഡറേറ്റ് ആണ്. പക്ഷെ സലൈൻ എങ്ങനെയാണ്? എന്താണ് ഈ വാട്ടറിനേക്കാളും കെറോസിനേക്കാളും കൂടുതലായിരിക്കും. ഇനി ഏറ്റവും താഴെ വരുമ്പോൾ സലൈൻ ഏറ്റവും മാക്സിമം ആയിരിക്കും. പിന്നെ വാട്ടറിന് പിന്നെ എന്താണ് കെറോസിന് ആ രീതിയിലായിരിക്കും പോകുന്നത്. മനസ്സിലായോ? ഞാനിവിടെ ഒരു ടേബിൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഇതുണ്ടല്ലോ. ആ ടേബിളിനെ ബേസിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സർഫസിലായിരിക്കുമ്പോൾ ലീസ്റ്റ് ആണ്. എന്താണ് അത് പിന്നെ ഓരോന്നിനും മിഡ് വേയിലാകുമ്പോൾ മോഡറേറ്റ്, ബോട്ടത്തിൽ വരുമ്പോൾ മാക്സിമം ആയിരിക്കും. ഓരോന്നിന്റെ കേസിൽ വരുമ്പോൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. അപ്പം സർഫസിലായിരിക്കുമ്പോൾ എല്ലാത്തിലും പ്രഷർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കെറോസിനായിരിക്കും ഏറ്റവും കുറവ്. ഇനി മിഡ് വേയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. എല്ലാത്തിനും മോഡറേറ്റ് ലെവലായിരിക്കും. പക്ഷെ സലൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. മോഡറേറ്റ് ആണെങ്കിലും സലൈൻ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത്. പിന്നെ വാട്ടർ, കെറോസിൻ. ബോട്ടത്തിൽ വരുമ്പോൾ മാക്സിമം ആയിരിക്കും വരുന്നത്. അവിടെ സലൈനിൽ കൂടുതലാണ്. വാട്ടറും കെറോസിനും താഴെ നിൽക്കും. ആ രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം ഇതൊക്കെ ഡെൻസിറ്റി ഓരോന്നിന്റെ ലിക്വിഡിന്റെ കേസിൽ ഡെൻസിറ്റി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ എന്താണ് നമ്മുടെ ഈ ഡിവൈസ് ഉണ്ടല്ലോ, മർദ്ദമാപിനി അല്ലെങ്കിൽ മാനോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പ്രഷർ മെഷർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ അടുത്തൊരു എക്സ്പെരിമെന്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ. ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് സ്ട്രോ വെച്ചിട്ട് ഊതുവാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ആഴം കൂടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സ്ട്രോ ജലത്തിൽ താഴ്ത്തി എന്നിട്ട് ഊതുക അല്ലേ. ഇതാ നോക്കിയേ, എയർ ബബിൾസ് വന്നതുകൊണ്ടോ. എയർ ബബിൾസിന്റെ പ്രത്യേകത എന്താ? താഴെ ഭാഗത്ത് നോക്കിയേ എയർ ബബിൾസിന്റെ വലിപ്പം എങ്ങനെയാണ്? കുറവല്ലേ. അതേസമയം മേളിലോട്ട് വരുന്നതോറും വലിപ്പം എങ്ങനെയാണ്? സൈസ് എങ്ങനെയാണ്? കൂടി ഇല്ലേ. താഴെ ഭാഗത്ത് സൈസ് ഇല്ല. താഴെ ഭാഗത്ത് എയർ ബബിൾസിന്റെ സൈസ് കുറവാണ്. മുകളിലേക്ക് വന്നപ്പോൾ സൈസ് എങ്ങനെയാണ്? എയർ ബബിൾസിന്റെ സൈസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം എന്തായിരിക്കാം കാരണം? ഇവിടെ സൈസ് കൂടാൻ കാരണം എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. താഴെ ഭാഗത്ത് പ്രത്യേകത എന്താണ്? താഴെ ഭാഗത്ത് പ്രഷർ എങ്ങനെയാണ്? കൂടുതലാണ് അല്ലെ. താഴെ ഭാഗത്ത് പ്രഷർ കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടുതലാകുമ്പോൾ എന്താണ്? കൂടുതൽ ഫോഴ്സ് അല്ലെ, കൂടുതൽ പ്രഷർ വരുമല്ലേ. ഇപ്പൊ എയർ ബബിൾസിലേക്കെല്ലാം നല്ലോണം പ്രഷർ വരുക. ആ പ്രഷർ മൂലം എന്താണ്? ആ എയർ ബബിൾസ് അല്ലേ അത് നല്ലോണം ചുരുങ്ങിയിരിക്കും. മുകളിലോട്ട് വരുമ്പോ എങ്ങനെയാണ്? പ്രഷർ അല്ലെ, മേൽഭാഗത്ത് വരുമ്പോൾ പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? അത്രയ്ക്ക് ആ എയർ ബബിൾസിന് അത്രയ്ക്ക് പ്രഷർ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അത് ഫ്രീ ആയിട്ട് ഇല്ല അതിൻ്റെതായ വലിപ്പത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ റീസൺ.
ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഡിപ്പ് എ സ്ട്രോ ഇൻ ടു ദ വാട്ടർ ആൻഡ് ബ്ലോ ജെന്റിലി, ഡു ബബിൾസ് കം അപ്പ് അല്ലെ? ബബിൾസ് അവിടെ വരുന്നുണ്ട്, ബബിൾസ് വരുന്നുണ്ട്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദെയർ സൈസ് വെൻ ദേ റീച്ച് ദ സർഫസ്? സർഫസിലേക്ക് വരുമ്പോ സൈസിന് എന്ത് സംഭവിക്കും? സൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു പറയും ഇല്ലേ? സൈസ് അവിടെ ഇൻക്രീസസ്. എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഇൻ സൈസ്. അതിന്റെ സൈസിലുള്ള ചേഞ്ചിനുള്ള റീസൺ എന്താണ് അവിടെ പറയുന്നത്? റീസൺ എന്താണ്? ഡെപ്തിലേക്ക് വരുന്തോറും അല്ലെ? ഡെപ്തിലേക്ക് വരുന്തോറും വാട്ടർ പ്രഷർ ഹൈ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? കംപ്രസിംഗ് ദ എയർ ഇൻസൈഡ് ദ ബബിൾ അല്ലെ? ആ എയർ ഉണ്ടല്ലോ, ഈ ബബിൾ ഉണ്ടല്ലോ, ബബിളിന് ഉള്ളിൽ എന്ന എയർ ഉണ്ട്, അതിനെ കംപ്രസ് ചെയ്യും പ്രഷർ മൂലം അല്ലെ? ഇനി ആ ബബിൾ മേലോട്ട് വരുമ്പോൾ സംഭവിക്കും? പ്രഷർ അവിടെ കുറയും ഇല്ലേ? പ്രഷർ അവിടെ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? എയർ അവിടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ബബിൾ അവിടെ ലാർജർ ആവും. ദാറ്റ് ഈസ് എ റീസൺ. ക്ലിയർ ആയല്ലോ? നോക്കിയേ അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ ഡാംസ് ആർ ബിൽഡ് ഇൻ വിത്ത് എ വൈഡർ ബേസ്. അങ്ങനെയാണെങ്കിൽ ഡാമുകളല്ലേ, ഡാമിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഡാമിന്റെ ഒക്കെ അടിഭാഗം നമുക്ക് ഡാം ഇങ്ങനെ കെട്ടിവെച്ചില്ല, അപ്പൊ ഡാമിന്റെ ഒക്കെ അടിഭാഗത്ത് വൈഡർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് കാരണം എന്താണ്? അടിഭാഗത്ത് എന്താണ്? അടിഭാഗത്ത് പ്രഷർ കൂടുതലാണല്ലേ? അടിഭാഗത്ത് പ്രഷർ കൂടും. അപ്പൊ താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ ഫോഴ്സ് അല്ലേ വരുന്നത് ഇല്ല? അതുപോലെ പ്രഷർ വന്നു കഴിയുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വൈഡർ ആയിട്ടാണ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡാമിന്റെ ഒക്കെ അടിഭാഗത്തൊക്കെ നല്ല തിക്കറായിരിക്കും, അടിഭാഗത്ത് നല്ല തിക്കായിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാണ്. അപ്പൊ വെള്ളത്തിന്റെ ലിക്വിഡ് പ്രഷർ അല്ലേ, ലിക്വിഡ് പ്രഷർ നല്ലോണം വന്നു കഴിഞ്ഞാൽ ഡാമേജ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈഡാക്കിയും അടിഭാഗമൊക്കെ തിക്കറാക്കിയൊക്കെ വെക്കാനുള്ള റീസൺ. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ ലിക്വിഡ് പ്രഷർ. അപ്പൊ നമ്മൾ ലിക്വിഡ് പ്രഷറിന്റെ കാര്യം കണ്ടു. ലിക്വിഡ് പ്രഷറിന്റെ എന്താണ് അഫക്ട് ചെയ്യുന്നത് അല്ലെ? ലിക്വിഡ് പ്രഷറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൈറ്റ് അല്ലെ? ഹൈറ്റ് ഓഫ് ദി എയർ കോളം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏതാണ്? ഡെൻസിറ്റി അല്ലെ? ഡെൻസിറ്റി വന്നു. അപ്പൊ എന്താണ്? ഹൈറ്റ് കൂടുമ്പോഴും പ്രഷർ അവിടെ കൂടുവാണെങ്കിൽ ഡെൻസിറ്റി കൂടുമ്പോഴും എന്താണ്? പ്രഷറുടെ ഹൈറ്റ് എന്ന് വെച്ചാൽ താഴേക്ക് പോകുന്നതാണ്. വാട്ടർ കോളത്തിന് ഹൈറ്റും വരും, പിന്നെ താഴേക്ക് വരുമ്പോഴുള്ള ഡെപ്ത് ഉണ്ടല്ലോ കേട്ടോ. ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. ഇപ്പൊ ഡെൻസിറ്റി കൂടുവാണെങ്കിലും എന്താണ്? പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ കാര്യങ്ങള്? ദാറ്റ് ഈസ് എ ലിക്വിഡ് പ്രഷർ. ഞാൻ നോക്കിയ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡു ബബിൾസ് കം അപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്, വരും. എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാട്ട് ഹാപ്പൻസ് ടു സൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. റീസൺ നോക്കിയേ എന്താണ്? ഗ്രേറ്റർ ഡെപ്ത്. താഴേക്ക് വരുമ്പോൾ എന്താണ്? വാട്ടർ പ്രഷർ ഹൈ അല്ലെ? താഴെ വരുമ്പോൾ വാട്ടർ പ്രഷർ ഹൈ ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ബബിൾസിന്റെ ഉള്ളിലുള്ള എയറിനെ കംപ്രസ് ചെയ്യും. ഇനി ബബിൾസ് മേലോട്ട് പോകുമ്പോൾ എന്താണ്? പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ട്രാപ്പ് ചെയ്തിട്ടുള്ള എയർ അവിടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ അത് ബബിൾസ് ലാർജർ ആയിട്ട് കാണപ്പെടും. ക്ലിയർ ആയല്ലോ? ദെൻ അതുപോലെ തന്നെ ഡാംസിന്റെ കേസിൽ കേട്ടോ, ഡാംസിന്റെ കേസിൽ എക്സ്പ്ലെയിൻ വൈ ഡാംസ് ആർ ബിൽഡ് വിത്ത് എ വൈഡർ ബേസ്. എന്തിനാണ് വൈഡർ ബേസിൽ കേട്ടോ? ഡാമിന്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, വൈഡർ ആയിട്ട് വെക്കുന്നതിന്റെ കാരണം കേട്ടോ. ഇവിടെ വൈഡർ ആയിട്ട് വെക്കുന്നതിന് കാരണം എന്താണ്? വാട്ടർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ഇല്ലേ? താഴെ പോകുന്നതിന് വാട്ടറിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദ മോട്ടർ ഓഫ് ദ ഡാം എക്സ്പീരിയൻസസ് മാക്സിമം പ്രഷർ ഇല്ലേ? മാക്സിമം പ്രഷർ ആയിരിക്കും വരുന്നത്. വൈഡ് ബേസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദിസ് ഗ്രേറ്റർ പ്രഷർ ആൻഡ് പ്രിവെന്റ്സ് എ ഡാം ഫ്രം കൊളാപ്സിങ്. അപ്പൊ ആ വൈഡർ ബേസ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും ഒക്കെ വരും. അപ്പം ഗ്രേറ്റർ പ്രഷറിനത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യാതെ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വരിക, അല്ലെങ്കിൽ കൊളാപ്സിങ്ങിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വൈഡർ ബേസ് വെക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ തിക്കര കേട്ടോ, തിക്ക് വോള് വെക്കും. നമ്മളല്ലേ ഡാമിന്റെ ഒക്കെ അടിഭാഗത്ത് തിക്ക് വോൾ വെക്കാനുള്ള കാരണം എന്താണ്? ഡാമേജ് വരാതിരിക്കാൻ. ഹൈ പ്രഷർ ആണ്, വെള്ളത്തിന്റെ ഫ്ലോ മൂലം ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ തിക്കായിട്ട് വെക്കുന്നത്, തിക്ക് വോൾ അവിടെ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ ഇതാ നോക്കിയേ, ലിക്വിഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇതാ നോക്കിയാൽ വാട്ടർ ടാങ്ക് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെ? വാട്ടർ ടാങ്ക് ഒക്കെ എങ്ങനെയാണ്? ഹൈറ്റിൽ വെക്കാറുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഹൈറ്റിൽ വെക്കുമ്പോൾ ഇതിന്റെ അപ്പൊ എന്ത് സംഭവിക്കും? നല്ല പ്രഷറിൽ ഇല്ലേ? ഹൈ പ്രഷറിൽ വെള്ളം ഫ്ലോ ചെയ്യും. പിന്നെ ഹൈഡ്രോളിക് ബ്രേക്സ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ കാറൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉയർത്തുമല്ലോ, അതൊക്കെ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ +1 വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഹൈഡ്രോളിക് ബ്രേക്സുകൾ, വാഹനങ്ങൾക്ക് ബ്രേക്ക് ഇല്ല, ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് കേട്ടോ. അതൊക്കെ എന്താണ് ഇവിടെ ലിക്വിഡ് പ്രഷറിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയാൽ ഡൈവിംഗ് സ്യൂട്ട്സ് ആർ മെയ്ഡ് സ്ട്രോങ് ടു വിത്ത്സ്റ്റാൻഡ് അണ്ടർ വാട്ടർ പ്രഷർ. ഈ ഡൈവ് ചെയ്യുന്നവരല്ലേ, വെള്ളത്തിന്റെ അടിയിലൊക്കെ ഡൈവ് ചെയ്യുന്നവരൊക്കെ പ്രത്യേക സ്യൂട്ട്, നമ്മൾ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകാൻ പറ്റൂല, അതിന് പ്രത്യേക സ്യൂട്ട് ഉണ്ട്. അതിന് കാരണം എന്താണ്? അടിവശത്തേക്ക് പോകുമ്പോൾ, അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ വരും. ആ പ്രഷറിനെ നമ്മുടെ ബോഡിയിലേക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡൈവിംഗ് സ്യൂട്ട് ഇട്ട് മാത്രം ഒരുപാട് ആഴത്തിലേക്ക് പോകുമ്പോൾ കേട്ടോ
പിന്നെന്താണ് ഇയർ പോപ്പിംഗ് വെൻ ഡൈവിംഗ് ഓർ സ്വിമ്മിങ് ഡീപ്പ് അണ്ടർ വാട്ടർ ഈസ് ഓൾസോ ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ ചേഞ്ചസ് അല്ല. നമ്മുടെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെവിയിലൊരു ഒരു വേരിയേഷൻ ഉണ്ടാവുകയല്ലേ, അതൊക്കെ എന്താണ് ഈ ലിക്വിഡ് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് മൂലമാണ്. പിന്നെ ബോട്ടം ഓഫ് ദ ഡാം എക്സ്പീരിയൻസ് ഹയർ പ്രഷർ ദാൻ നിയർ ദ സർഫസ് അല്ലേ, അതൊക്കെ ഉണ്ട്. ഡീപ് സീ ഡൈവേഴ്സ് ഫീൽ മോർ പ്രഷർ അറ്റ് ഗ്രേറ്റർ ഡെപ്ത്. ഡീപ് സീ ഡൈവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കടലിന്റെ ആഴങ്ങളിലോട്ട് പോകുന്ന ഡൈവേഴ്സ് ഒക്കെ ഉള്ളവരൊക്കെ സർഫസിനേക്കാളും കൂടുതലായിട്ട് പ്രഷർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ ലിക്വിഡ് പ്രഷർ. ഇപ്പൊ മനസ്സിലായല്ലോ ലിക്വിഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പമല്ലേ? ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്, ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ലിക്വിഡ് പ്രഷർ എന്താണ് മെഷർ ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് മേളിലായിട്ട് വരുമ്പോൾ ബബിൾസ് വലുതായി കാണുന്നത്? അപ്പം പോയിന്റ് മനസ്സിലാക്കിയ ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ ആണ്. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ്, റീസൺ അല്ലെ. റീസൺ വരുമ്പോൾ അവർക്ക് ഡെപ്തും അതാണ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം പറയുന്നത്. ഓക്കെ ആണല്ലോ കാര്യങ്ങൾ. ടേബിൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഡെൻസിറ്റിയുടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ തന്നിരിക്കുന്നുള്ളത് മനസ്സിലാക്കുക. ഡെൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ അവിടെ കൂടുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 8th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ബേസ് ആണ്. 9ലേക്കും 10ലേക്കും +1 ഒക്കെ ഉള്ള ഒരു ബേസ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ +1 വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസ് ആണ് ഇത് കേട്ടോ. അപ്പൊ അന്നേരം ഡൗട്ട് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേസ് തറവായിരിക്കണം. കൃത്യമായിട്ട് ആ രീതിയിൽ പഠിച്ചു പോവുക കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു പോവുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളിൽ നിന്നാണ് പല കാര്യങ്ങളും എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നല്ലതാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഏതാണ്? ഗേഷ്യസ് പ്രഷർ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.